നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ അധ്യക്ഷൻ സജി മഞ്ഞക്കടമ്പിൽ കോട്ടയം സീറ്റിൽ പരിഗണിക്കാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് മത്സരിക്കാൻ ആളില്ലാത്ത പാർട്ടിയല്ല കേരള കോൺഗ്രസ്. നിരവധി നേതാക്കളുണ്ട്. ഫ്രാൻസിസ് ജോർജിന് അയോഗ്യതയുണ്ടെന്ന് ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ച സജി മഞ്ഞക്കടമ്പിൽ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിച്ച ആളുകളെ മാറ്റി നിർത്തി മറ്റൊരാളെ പരിഗണിച്ചാൽ തനിക്ക് സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നതായും കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥിത്വത്തിനുള്ള യോഗ്യതയുണ്ടെന്നാണ് കരുതുന്നത്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ചെയർമാൻ ആവശ്യപ്പെട്ടിരുന്നു. പൂഞ്ഞാറിലാണ് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നീടത് കോൺഗ്രസിന് നൽകേണ്ടി വന്നു. ഏറ്റുമാനൂർ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി രംഗത്തിറക്കി. പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അനുസരിച്ചു. പാർട്ടിക്കോ UDFനോ ക്ഷീണമുണ്ടാകുന്ന ഒരു കാര്യത്തിനും പോയിട്ടില്ല. അന്ന് ഒരു അസംബ്ലി സീറ്റിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് പാർലമെന്റ് സീറ്റിലേക്ക് ഒരു താല്പര്യം പോലും പ്രകടിപ്പിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചാഴിക്കാടനാണ് നിലവിൽ കോട്ടയം MP. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇദ്ദേഹം നിലവിൽ LDFനൊപ്പമാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റ് എന്ന നിലയിൽ ഇത്തവണ ജോസഫ് വിഭാഗത്തിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേ തുടർന്ന് പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥി ചർച്ചകളും സജീവമാണ്. ഫ്രാൻസിസ് ജോർജിനെയാണ് കോട്ടയത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് സൂചന. എന്നാൽ ഏറെക്കാലമായി ഇടുക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തെ കോട്ടയത്ത് മത്സരിപ്പിക്കുന്നതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന്റെ ഭാഗമായി മത്സരിച്ച കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ 1 ലക്ഷത്തിലേറെ വോട്ടിനായിരുന്നു മണ്ഡലത്തിൽ വിജയിച്ചത്. ചാഴിക്കാടന് 4,21,046 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി VN വാസവന് 3,14,787 വോട്ടുകളായിരുന്നു നേടാൻ സാധിച്ചത്. NDAയ്ക്ക് വേണ്ടി കേരള കോൺഗ്രസ് നേതാവും മുൻ MPയുമായ PC തോമസ് ആയിരുന്നു മണ്ഡലത്തിൽ പോരിനിറങ്ങിയത്. 1,54,658 വോട്ടുകൾ നേടി മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം നടത്താനും അദ്ദേഹത്തിന് സാധിച്ചു. LDFൽ ഇത്തവണ സീറ്റ് കേരള കോൺഗ്രസിനായിരിക്കുമെന്നതിൽ സംശയമില്ല. തോമസ് ചാഴിക്കാടൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായേക്കാൻ സാധ്യതയുണ്ട്. BJPയിൽ നിന്നും പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് അനിൽ ആന്റണിയുടെ പേരാണ്. PJ ജോസഫ് മത്സരത്തിനിറങ്ങിയാൽ സാമുദായിക വോട്ടുകൾ പെട്ടിയിലാകുമെന്നാണ് UDF കണക്കുകൂട്ടൽ. പാർട്ടി ചെയർമാൻ തന്നെ ഇറങ്ങിയാൽ മുന്നണിയിൽ മറ്റ് തർക്കങ്ങൾ ഉണ്ടായേക്കില്ലെന്നും വിലയിരുത്തപ്പെടുന്നു. ജോസഫ് അല്ലെങ്കിൽ മോൻസ് ജോസഫിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. എന്നാൽ കടുത്തുരുത്തി MLA ആയ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ല. ജോസഫും മോൻസുമില്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിന്റെയും PC തോമസിന്റെയും സാധ്യത അടയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ അധ്യക്ഷൻ സജി മഞ്ഞക്കടമ്പിൽ രംഗത്ത് വന്നത്.